ചോരയാൽ കനിഞ്ഞു നീ എന്നെ കഴുകുവാൻ. അറിഞ്ഞു ഞാൻ ചെയ്ത പാപങ്ങൾ മറന്നു കളഞ്ഞ സ്നേഹമേ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സഭാപ്രസംഗം 4-ാം അധ്യായം 9-10 വാക്കിൽ രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ്. കാരണം അവർ രണ്ടുപേരും ഒരുമിച്ച് ഫലപ്രദമായി കൂടുതൽ അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരാൾ വീണുപോയാൽ അവരിന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കിരിക്കുന്നവൻ വീണുപോയാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. രണ്ടുപേർ എപ്പോഴും ഒരാളെക്കാൾ മെച്ചമാണ്. ഒറ്റയ്ക്ക് എത്ര കേമനായാലും, കഴിവുണ്ടെങ്കിലും, നന്മയുണ്ടെങ്കിലും, ഭാവനയുണ്ടെങ്കിലും, രണ്ടുപേരും ഒന്നിച്ചു നിന്നാൽ, മനുഷ്യർ ഒന്നിച്ചു നിന്നാൽ അതിന്റെ ഫലം ഒന്ന് വേറെയാണ്. ഞാൻ പ്രാപ്തനായിരിക്കും, എനിക്ക് കഴിവുണ്ടായിരിക്കും, പക്ഷെ എപ്പോഴും എത്രമാത്രം ഒന്നിച്ചു നിൽക്കാവോ, ഒന്നിച്ചു നിൽക്കുന്ന ഒരു അഭിഷേകമാണ്, ആനന്ദമാണ്, ഐശ്വര്യമാണ്, ആരോഗ്യമാണ്. ഇത് നമ്മുടെ ഉള്ളിൽ വന്നാൽ എത്രമാത്രം കൈകോർത്ത് നിൽക്കാവോ. ഒരു കഴിവില്ലാത്ത ആളായിരിക്കും, പക്ഷെ കഴിയുന്നിടത്തോളം രണ്ടുപേർ ഒരാളെക്കാൾ ശക്തനാണ്. അവരിൽ ഒരാൾ വീണുപോയാൽ മറ്റേയാൾക്ക് താങ്ങാൻ കഴിയും. പരസ്പരം താങ്ങി ഉയർത്തുന്ന ഒരു സമാന്തര ദൈവസ്നേഹം ഭൂമിയിൽ ജനിപ്പിക്കുന്ന അത്ഭുത കൂട്ടായ്മയാകാൻ നമുക്ക് എല്ലാ ഒരു വിളിയുണ്ട്. അത് മറന്നു പോകരുത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ധ്യാനകേന്ദ്രമായ സിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന അതിമനോഹരമായ, സുഭഗമായ, കൃപ നിറഞ്ഞ ഒരു മനോഹര ശുശ്രൂഷ, ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൺസ് ധ്യാനം. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വന്ന് താമസിച്ച് അഭിഷേകവും വചനവും നേടി മടങ്ങാൻ പറ്റുന്ന അപൂർവ സ്വർഗീയ ശുശ്രൂഷ. വൈദികരും ഡോക്ടേഴ്സും ഒക്കെ നേതൃത്വം നൽകുന്ന ഈ അതിമനോഹര ശുശ്രൂഷ ഇനി വരുന്നത് മാർച്ച് മാസം 10, 11, 12, 13 തീയതികളിലാണ്. എങ്ങുമില്ലാത്ത ഒരു ധ്യാനം, എന്നേക്കും ഓർക്കാൻ ഒരു ധ്യാനം. മറക്കാതിരിക്കുക. മാർച്ച് 10, 11, 12, 13 തീയതികളിൽ ഗ്രേസ്ഫുൾ സീനിയർ സിറ്റിസൺസ് ധ്യാനം. സ്വാഗതം. ആമേൻ, ആമേൻ.